ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം ഒരു ലൈക്കും അതിനോടൊപ്പം ഒരു ഹൈപ്പൊക്കെ നിങ്ങൾ തരാൻ മറന്നു പോകരുത് കേട്ടോ. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കൂ. കാരണം നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓൾ ഇനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടത്തെ നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ, നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് അധികം ബോറടിപ്പിക്കേണ്ട, നമുക്ക് കഥയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ നികേഷിന് ഭയങ്കര പനിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ സുധീഷിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ ഹരീഷും നമ്മുടെ സുഭാഷും കൂടെ പണിക്കൊക്കെ പോയത്. പക്ഷേ നമ്മുടെ സുധീഷിന് ഇടയ്ക്ക് നമ്മുടെ നികേഷുമായിട്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിധിയേട്ടത്തെ നീ ഒന്ന് വിളിക്കുന്നത് നമ്മുടെ സുധീഷ് പറഞ്ഞായിരുന്നു. അപ്പോൾ നികേഷിന് ദേഷ്യം വന്നിട്ട് എനിക്കെങ്ങും പറ്റൂല എന്ന് ദേഷ്യപ്പെട്ടു. അപ്പോൾ സുധീഷ് പറഞ്ഞു, നിൻ്റെ നാക്കിന് നല്ല മുഴ നീളം ഉണ്ടല്ലോ, നീ താനെ മരുന്നും ഫുഡൊക്കെ എടുത്ത് കഴിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നികേഷിനെ ഇട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ആ സമയത്ത് പകൽ നികേഷിനൊന്ന് കട്ടൻ കാപ്പി കൊടുക്കാനോ അല്ലെങ്കിൽ മെഡിസിൻ കൃത്യമായിട്ട് കൊടുക്കാനോ ആരും തന്നെ ഇല്ലായിരുന്നു. ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് വൈകിട്ട് പണി കഴിഞ്ഞ് തിരിച്ചു വരേണ്ടത്. ഈ പണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നികേഷ് ആ കിടപ്പ് തന്നെ കിടക്കണം. സുധീഷിനെ അവിടെ എങ്ങും കണ്ടതുമില്ല. സുഭാഷ് വെറുതെ ഒന്ന് കയ്യിൽ പിടിച്ചു നോക്കി, ആ നെറ്റിക്കും കൈ വെച്ച് നോക്കിയപ്പം പൊള്ളുന്ന പനിയാണ്. വല്ലാണ്ട് ക്ഷീണിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി നമ്മുടെ നികേഷിന്. ആ സമയം സുഭാഷ് കിടന്ന് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. സുധീഷ് എവിടെ പോയിക്കണവൻ, അവനെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ നമ്മുടെ സുഭാഷ് ഒരു തുണിയൊക്കെ എടുത്തിട്ട് നനച്ച് നമ്മുടെ നികേഷിൻ്റെ നെറ്റിയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് പനി ഒന്ന് കുറയണമെങ്കിൽ അതല്ലാണ്ട് വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ. അങ്ങനെ നികേഷിന് തീരെ പറ്റാണ്ടാവുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹരീഷും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷും ഹരീഷും കൂടെ പറയുന്നുണ്ട്, കണ്ടില്ലേ നികേഷിനെ ഏൽപ്പിച്ചിട്ട് പോയതാ, എന്നിട്ട് അവൻ സുധീഷ് അവൻ്റെ പാടും നോക്കി അവൻ്റെ പണിയും നോക്കി അങ്ങോട്ട് ഇറങ്ങി പോയിക്കണു. ഹരീഷിനും ഇത് കേട്ടപ്പോഴത്തേക്ക് ആകെ ഒരു ദേഷ്യവും സങ്കടമൊക്കെ വരെയാണ്. നികേഷിന് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ അവർ പതുക്കെ പിടിച്ചുകൊണ്ട് നികേഷിനെ ബാത്റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം. കാരണം നികേഷിന് നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാടാ മോനെ, കാരണം നിനക്ക് നല്ല രീതിക്കുള്ള പനിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന രാത്രി ചിലപ്പം കൂടും. അപ്പോൾ നികേഷ് പറഞ്ഞ് വേണ്ട സുഭാഷ് ചേട്ടാ, എനിക്ക് മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളും. കാരണം നികേഷിന് ചെറിയൊരു പനി വന്നാൽ കൂടിയും നമ്മുടെ സുഭാഷിന് ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ നികേഷിൻ്റെ ശരീരപ്രകൃതം അങ്ങനെയാണ്. ഒരു ടെൻഷൻ അടിച്ചാൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ഇടങ്ങേറ് വിടുന്ന കണക്കുള്ളൊരവസ്ഥയായിപ്പോവും. അതുകൊണ്ടാണ് സുഭാഷ് പറഞ്ഞത് ഞാൻ ഇവിടെ നിൽക്കാമെന്ന്. അപ്പോഴാണ് നമ്മുടെ സുധീഷ് ഏറ്റു പിടിച്ചത്, വേണ്ട നിങ്ങൾ പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ഇതേ സമയം നമ്മുടെ നിധിക്ക് ആകെ ടെൻഷനായിരുന്നു. നിധി ജോലിയൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലോട്ട് എത്തണം കേട്ടോ. ഹോസ്റ്റലിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവിടെയുള്ള കുട്ടികളൊക്കെ ഓരോ പേപ്പർ കൊണ്ടുവന്ന് നമ്മുടെ നിധിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പം നിധി ഇതെന്താണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിലെല്ലാം സോറി എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധിക്ക് ആകെ ഒരു ചമ്മലായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെയൊക്കെ മുമ്പിൽ എന്തോ ഒരു ഇതുപോലെ. അപ്പം നിധി ചോദിച്ചു, അല്ല ഇതാരാ നിങ്ങളുടെ തന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊരു ചേട്ടൻ കൊണ്ട് തന്നതാ, നിധി ചേച്ചിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ് തന്നതാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. നിധിക്ക് അങ്ങോട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടും നാണക്കേടും ഒക്കെ ആയി പോവാണ്. നിധി നേരെ ആ പേപ്പറെല്ലാം അവിടെ വെച്ചിട്ട് നേരെ റൂമിൽ കയറി പോകണം കേട്ടോ. ഈ സമയം നമ്മുടെ ദിവ്യ വീണ്ടും ചെല്ലുകയാണ് നമ്മുടെ നിധിയുടെ അടുത്ത്. നിധി, താൻ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കേണ്ട. താൻ ഓഫീസിൽ ഇരിക്കുമ്പോഴും ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഇതെന്താണ്, ഇതാരാണ് തൻ്റെ പുറകെ ഇങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് പറഞ്ഞാൽ? തൻ്റെ റിലേറ്റീവാണെന്ന് തൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആളാണ് ഈ വ്യക്തി എന്നൊക്കെയാണ് താൻ പറഞ്ഞത്. സത്യം പറ, സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓരോ ലവറൊക്കെയാണ് ഇങ്ങനെയൊക്കെ സോറി എന്നും പിണക്കം വരുമ്പോൾ പുറകെ നടന്ന് ഇങ്ങനെയൊക്കെ സോറിയൊക്കെ പറയുന്നത്. പക്ഷേ ദിവ്യയുടെ ചോദ്യങ്ങൾക്കൊന്നും നിധിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എന്തു പറയും? ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ വിവാഹം കഴിച്ച, തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ ആളാണ് സുധീഷ് എന്നുള്ള ഒരു രഹസ്യം ഒരിക്കലും നിധി അത് ഓഫീസിലോ ദിവ്യയുടെ അടുത്തോ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് നമ്മുടെ നിധിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറുകയാണ്. എന്ത് ചെയ്യുമേ, എന്തു പറയും? അപ്പോൾ ദിവ്യയുടെ ഓരോ ചോദ്യങ്ങളും നിധി ഒന്നും പറയാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ദിവ്യയ്ക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു ഇതുണ്ട്. കാരണം നിധി പെട്ടെന്ന്
ആ വീട് മാറണമെന്നും ഹോസ്റ്റലിലോട്ട് താമസം മാറിയതും പിന്നെ ഇങ്ങനെ നിധിയുടെ ഒരു കസിൻ ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇങ്ങനെ സോറിയൊക്കെ പറയണം, ഇതിലൊക്കെ എന്തോ ഒരു സംതിങ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ദിവ്യയ്ക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിധി ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നേരെ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സുധീഷ് ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. നിധിക്ക് ഈ സോറിയൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പേപ്പറിൽ എഴുതി കൊടുത്തു വിട്ടിട്ട് നിധിക്ക് ആകെ ദേഷ്യ സങ്കടമാണ്. നിധി ഇറങ്ങിയൊന്നും പോയില്ല കേട്ടോ. നിധി അവിടെ തന്നെ നിന്നു. അങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടു. അങ്ങനെ രാത്രിയാവുകയാണ്. നിധിക്ക് ഉറക്കം പോലും വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. എന്നിട്ടും ഉറക്കം വരുന്നില്ല. നിധിക്ക് പല പല ചിന്തകളാണ്. കാരണം സുഭാഷ് ഏട്ടൻ, അതുപോലെ നികേഷ്, ഹരീഷ്, ഭാസ്കരൻ, അങ്ങനെ എല്ലാം അച്ഛനെയൊക്കെ ഓർത്ത് എല്ലാം വരെയാണ്. നിധി ആ വീട് വിട്ട് ഇറങ്ങി സുധീഷിൻ്റെ കൂടെ ഇവിടെ വരാനും ഇവരെയൊക്കെ ഈ വീട്ടിൽ താമസിക്കാനും അങ്ങനെ അവരുമായിട്ട് ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻ വരാനും ഒക്കെ ഉണ്ടായ പല പല കാര്യങ്ങൾ നമ്മുടെ നിധി ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ നികേഷ് പനിയൊക്കെ ആയിട്ട് പിന്നെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ സുധീഷ് ഇങ്ങനെ ആടി ആടി വരെയാണ്. എന്ന് വെച്ചാൽ ഒരു ഇതിൽ വരെയാണ്, മീൻസ് മദ്യപിച്ചിട്ടൊന്നും അല്ല കേട്ടോ. സുധീഷ് ഇങ്ങനെ വരെയാണ്. കാരണം ജോലിയില്ല, ഒന്നുമില്ല. ഈ നേരം വെളുക്കുമ്പോൾ എണീറ്റ് പോയി എവിടെയെങ്കിലും പോയി ഇരിക്കും, തിരിച്ചു വരണു. ആ ഒരു വർക്ക് മാത്രമാണ് ഇപ്പം നമ്മുടെ സുധീഷിനുള്ളത്. ആ സമയത്താണ് നമ്മുടെ ഹരീഷ് വന്നിട്ട് സുധീഷിനെ കണ്ടിട്ട് ചോദിക്കുക, നല്ല പണിയാണ് സുധീഷേട്ടൻ കാണിച്ചത്. നികേഷിന് പനിയായിട്ട് സുധീഷേട്ടൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ സുഭാഷ് ചേട്ടൻ ഇന്ന് പണിക്ക് പോയത്. എന്നിട്ട് സുധീഷേട്ടൻ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നിങ്ങനെ ഹരീഷ് ചോദിക്കും. എന്ത് പണിയാണ് ഞാൻ കാണിച്ചത്, അവൻ എന്ത് പറ്റിയടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സുധീഷ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഇറങ്ങി വരും. ദേ നീ എൻ്റെ വായിരിക്കണ ശരിക്കും കേൾക്കും കേട്ടോ സുധീഷ്. അവന് ഞാൻ വന്നപ്പോഴേക്കും പനി കൂടി വിറച്ച് പനിച്ച് അവൻ ഇവിടെ കിടക്കാം. നീ എന്ത് പണിയാണ് കാണിച്ചത്? നിനക്ക് ആ ഗുളികയൊക്കെ എടുത്ത് കൊടുത്ത് ഒരു ഇച്ചിരി ഫുഡ് എന്തെങ്കിലുമൊക്കെ അവന് കൊടുത്ത്, നിനക്കറിയില്ലേ അവന് പനി കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മുടെ സുധീഷിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഹരീഷും സുഭാഷും കൂടെ ഊടുവാടെ ഇങ്ങനെ വഴക്ക് പറയണം കേട്ടോ. സുധീഷിനാണെങ്കിൽ ആകെ സങ്കടമായിപ്പോയി. അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകണ്ട, ഇവിടെ തന്നെ അടയിരിക്കാൻ പോകണോ എന്നൊക്കെ പറഞ്ഞ് സുധീഷും കിടന്ന് ഉച്ചയെടുത്തു. അപ്പോൾ സുഭാഷ് പറഞ്ഞു, എൻ്റെ അടുത്ത് ഞങ്ങൾ നിർബന്ധിച്ചില്ലല്ലോ, നീയല്ലേ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ നികേഷിനെ നോക്കി ഇവിടെ തന്നെ ഇരുന്നോളാം, നിങ്ങളുടെ പണിയൊന്നും കളയണ്ട എന്ന് നീ തന്നെയല്ലേ സുധീഷെ പറഞ്ഞെന്ന് പറഞ്ഞ് സുഭാഷ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ നിധിയാണെങ്കിൽ ഉറക്കമൊന്നും വരാണ്ട് ഇങ്ങനെ പല ചിന്തകളായിട്ട് കിടക്കുകയാണ്. ആ സമയം അർദ്ധരാത്രിയായി. ആ സമയം നമ്മുടെ നികേഷ് പതുക്കെ നമ്മുടെ നിധിയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ്. നിധിയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ പിന്നെ നിധിയേട്ടത്തി അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാം. അതെ എന്തേ നികേഷ് നീ ഈ സമയത്ത് വിളിച്ച്, നിൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഒന്നുമില്ല നിധിയേട്ടത്തി, എനിക്ക് പെട്ടെന്ന് നിധിയേട്ടത്തിയെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വിളിച്ചതാണെന്നൊക്കെ നമ്മുടെ നികേഷ് പറയണേ. നിനക്കെന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്ത് പറ്റി? നിൻ്റെ സൗണ്ടൊക്കെ മാറിയിരിക്കണം, നിനക്ക് പനിയാണോ? അതേ നിധിയേട്ടത്തി എനിക്ക് പനിയാണ്, ഇന്ന് എന്നെ പകൽ ഇവിടെ നോക്കാൻ ഒരാളും ഇല്ലായിരുന്നു. സുഭാഷ് ചേട്ടൻ നമ്മുടെ സുധീഷ് ചേട്ടനാണ് ഏൽപ്പിച്ചിട്ട് പോയത്. സുധീഷ് ചേട്ടൻ പക്ഷേ എങ്ങോട്ടോ പോയി. നിധിയേട്ടത്തി പണ്ടുണ്ടായിരുന്നപ്പോൾ എന്നെ എന്ത് കെയർ ചെയ്താൽ നോക്കിയേ, ഒരമ്മ നോക്കുന്ന പോലെയാണ് നിധിയേട്ടത്തി നോക്കിയത്. എനിക്കതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നിധിയേട്ടത്തി എന്ന് പറഞ്ഞു. നിധിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. കാരണം നികേഷിന് ഒരു വല്ലാത്ത സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു നമ്മുടെ നിധിക്ക്. അവന് പനിയെന്നും കൂടെ കേട്ട് അവനൊരു വല്ലാണ്ട് പിച്ചും പേയൊക്കെ പറയുന്ന പോലെയുള്ള ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? അപ്പം നികേഷ് പറയും, നിധിയേട്ടത്തി എനിക്കിപ്പോൾ കാണണം. അപ്പോൾ പറയും, മോനെ ഞാൻ ഹോസ്റ്റലിലാണടാ, ഞാൻ നാളെ വരാമെന്ന് പറയും. അല്ല നിധിയേട്ടത്തി എനിക്കിപ്പോൾ കാണണം, എനിക്ക് നിധിയേട്ടത്തിയെ കാണാൻ തോന്നുകയാണ്, എന്തോ വല്ലാത്തൊരു വിഷമമൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് നിധിയേട്ടത്തിന്ന് നമ്മുടെ നികേഷ് പറയണം. എന്നിട്ട് നികേഷ് പറയും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്കറിയാം നിധിയേട്ടത്തി ഇപ്പോൾ ഹോസ്റ്റലിലാണെന്നും ഇങ്ങോട്ടേക്ക് ഈ രാത്രിയിൽ വരാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം കേട്ടോ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് നികേഷ് ഫോൺ വയ്ക്കണം. കാരണം സംസാരിക്കാൻ പോലും അവന് പറ്റുന്നില്ല. ഈ സമയം നിധിക്ക് അങ്ങോട്ട് ഭയങ്കര കരച്ചിൽ വരെയാണ്. കാര്യം എന്ന് വെച്ചാൽ അവൻ ഇത്രയും വിഷമം, കാരണം ഇത്ര എന്തെങ്കിലും ആവശ്യമില്ലാണ്ട് നികേഷ് വിളിക്കില്ല. അവന് മനസ്സിന് എന്തോ ഒരു പ്രയാസം തോന്നിയിട്ടാണ് എന്നെ ഈ രാത്രി തന്നെ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. നേരം വെളുത്തില്ല കേട്ടോ, നമ്മുടെ നിധി അവിടെ നിന്ന് ചാടി ഇറങ്ങുകയാണ്. നികേഷിനെ കണ്ടേ മതിയാവുള്ളൂ. നിധിക്ക് വല്ലാത്ത പ്രയാസം. അങ്ങനെ നിധി ഒരു ഓട്ടോ പിടിച്ച് നേരെ വരെയാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നികേഷ് നല്ല ഉറക്കത്തിലാണ്. നികേഷിനെ തട്ടി ഉണർത്തുകയാണ്. നികേഷ് കണ്ണ് തുറന്നപ്പോൾ കാണുന്ന നമ്മുടെ നിധിയാണ്. നികേഷ് അമ്പരന്ന് പോവുകയാണ്. കാരണം നിധിയേട്ടത്തി തൻ്റെ മുന്നിൽ നിൽക്കണു എന്നുള്ള രീതിയിൽ. ഇതേ സമയം സുഭാഷ് ചായ ഇടാനായിട്ട്
ഗ്യാസ് കത്തിച്ച് ഇങ്ങനെ ചായക്ക് വെള്ളം വെച്ചപ്പോഴാണ് നിധിയുടെ വരവ്. അങ്ങനെ സുഭാഷ് ചെന്നപ്പോഴും സുഭാഷ് അന്തം വിടുക. അപ്പം നമ്മുടെ ഭാസ്കരൻ നിധി കയറി വന്നപ്പോൾ തന്നെ കണ്ടു. ഭാസ്കരൻ ഒരു ചെറു പുഞ്ചിരിയൊക്കെ കൊടുത്തിട്ടാണ് എറാത്തിരിക്കുന്നത്. അങ്ങനെ സുഭാഷിനും വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ നമ്മുടെ സുഭാഷ് മോളെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷിൻ്റെ പനീനെ കുറിച്ചൊക്കെ ചോദിക്കണം. അപ്പോൾ നികേഷ് പറഞ്ഞു, എനിക്കിപ്പോൾ നിധിയേട്ടത്തെ കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി പനി മാറി എന്നൊക്കെ പറഞ്ഞ് ആ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുഭാഷ്, മോളെ നീ ഇരിക്കും, ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ചായയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. നിധി ആ ചായ മേടിച്ചൊന്ന് കുടിച്ചപ്പോൾ സ്വർഗം കിട്ടിയ കണക്കാണ്. കാരണം ഹോസ്റ്റലിലെ 2-3 ദിവസം കൊണ്ടുള്ള ചായ കുടിച്ചപ്പം തന്നെ അവിടുത്തെ ആഹാര രീതിയും ഒക്കെ മതി. അങ്ങനെ നിധി കാര്യങ്ങളൊക്കെ പറയണേ. എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, ഹോസ്റ്റലിൽ കഴിയുന്ന കുട്ടികളെ കാര്യം സമ്മതിക്കണം. കാരണം ഇതിൻ്റെ 4 ഇരട്ടി പോലും കൊള്ളാത്തൊരു ചായ എങ്ങനെ ഇറക്കി വിടുന്നു എന്ന് മാത്രം എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് നിധി സുഭാഷിൻ്റെ ചായ അത്രയ്ക്ക് ആസ്വദിച്ച് സ്നേഹത്തോടെ അങ്ങോട്ട് കുടിക്കാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ സുധീഷ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ നിധി. സുധീഷിനെ അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സുധീഷ് കിടന്ന് കണ്ടൊക്കെ തിരുമണം നോക്കണു. ഇതെന്താ ഞാൻ കാണുന്ന സ്വപ്നമാണോ, നിധി വന്നോ എന്നൊക്കെ ഇങ്ങനെ വലിയ ഒരു ഇതിൽ കാണിക്കുന്നില്ല. അപ്പം നമ്മുടെ നികേഷ് പറയാം, അതെ ഓവർ ആക്ടിങ് ഒന്നും വേണ്ട, ഞങ്ങളിത് കുറേ കണ്ടക്കണേ എന്നൊക്കെ പറയട്ടോ. അപ്പോഴേക്കും സുധീഷിന് വല്ലാത്തൊരു ഇതായി, കാരണം നിധിയുടെ മുമ്പിൽ ഇൻസൾട്ടായോ എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മുടെ സുധീഷിന് വരെയാണ്. അപ്പം നാളെ വരുന്ന ഏകദേശം നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൻ്റെ എപ്പിസോഡിൽ വരുന്ന ഏകദേശം ഒരു ഇൻട്രോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാമല്ലേ, നമ്മുടെ നിധി വന്നിട്ട് തിരിച്ചു പോവോ, അല്ലെങ്കിൽ നമ്മുടെ നിധീനെ തിരിച്ച് വീട്ടിലോട്ട് എത്തിക്കാനായിട്ട് സുധീഷ് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ. പക്ഷേ നിധിക്ക് ഒട്ടും പറ്റുന്നില്ല എന്തായാലും ഹോസ്റ്റലും കാര്യങ്ങളും ഇവരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു. കാരണം ഒരുപാട് സ്നേഹം തന്ന ഒരു ഏട്ടനും 2 അനുജന്മാരും അച്ഛനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിധിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സുധീഷിൻ്റെ കാര്യങ്ങളൊന്നും നിധി ചിന്തിക്കുന്നതിനെ കുറിച്ചൊന്നും അധികം കാണിക്കുന്നില്ല. പക്ഷേ എവിടെയോ ഒരു സ്നേഹം നിധിയുടെ ഉള്ളിൽ സുധീഷിന് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. സുധീഷിന് ഒരു സ്നേഹമൊക്കെ ഉണ്ട്, അത് പുറത്ത് പ്രകടിപ്പിക്കാണ്ട് നിധി ഇരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പുതിയ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാട്ടത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.